പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. നോക്കിയേ, സാപത്തിൻ്റെ എല്ലാ നന്മകളും നേരുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അച്ഛനോട് ഒരു വ്യക്തി ചോദിക്കുകയായിരുന്നേ, അച്ഛാ, അച്ഛൻ ഇങ്ങനെ ഈ കുറേ പ്രശ്നങ്ങളിലേക്ക്, അച്ഛൻ ഈ ശുശ്രൂഷ മാത്രമല്ല അച്ഛൻ അറിയണത്, പക്ഷെ അച്ഛൻ ഈ പള്ളിയും സ്കൂളും പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുമ്പോൾ എങ്ങനെയാണ് അച്ഛൻ ഇത്രയും ആനന്ദത്തോടു കൂടി ഇതിനെ നേരിടാൻ അച്ഛൻ എങ്ങനെ പറ്റുന്നു? ഞാൻ പറഞ്ഞു, ഞാനല്ല, ഞാൻ എൻ്റെ യേശുവിൻ്റെ കരങ്ങളിലല്ലേ. ബാക്കി നമ്മളെ ഏൽപ്പിച്ച എല്ലാ പരിപാടികളും എല്ലാ പ്രസ്ഥാനങ്ങളും അത് യേശു നടത്തും. പ്രിയ സഹോദരങ്ങളെ, ഒറ്റ കാര്യമുള്ളൂ, അത് നമുക്ക് ആരോടും വെറുപ്പ് പാടില്ല. പിശാച് ഈ വെറുപ്പ് ഇഞ്ചക്ട് ചെയ്യാനായിട്ട് നമ്മളിങ്ങനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കും. അവനെ വെറുക്കണം, ഇവനെ വെറുക്കണം, അവൻ പ്രശ്നക്കാരനാണ്, ഇവൻ പ്രശ്നക്കാരനാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, എല്ലാവരും ദൈവമക്കളാണ്. ഒരുപക്ഷെ ദൈവസ്നേഹത്തിൻ്റെ അനുഭവിച്ച തോത് വ്യത്യസ്തമായിരിക്കും അല്ലേ. ഇപ്പോൾ ക്രൈസ്തവർ തന്നെ എടുത്തു കഴിഞ്ഞാൽ എത്ര പേര് ക്രിസ്തുവിൻ്റെ സ്നേഹം അനുഭവിച്ചവർ വ്യത്യസ്തരാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ വെറുപ്പ് വിരോധമൊന്നും തോന്നാൻ പാടില്ല. ഞാൻ ഈശോയുടെ എപ്പോഴും പ്രാർത്ഥിക്കും, ഈശോയെ അവൻ അവരോട് സ്ഥിരമായിട്ട് വെറുപ്പ്. ചിലപ്പോൾ വഴക്കൊക്കെ ഞാൻ പറയും, അത് ഒരുപക്ഷെ ധ്യാനിപ്പിക്കുന്നവർക്ക് മുഴുവൻ അറിഞ്ഞില്ലെങ്കിൽ അച്ഛൻ്റെ ഇടവക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും. വഴക്കൊക്കെ ചിലപ്പോൾ പറയേണ്ട സമയത്ത് നല്ല സ്ട്രോങ് ആയിട്ട് മുറിച്ചിടുന്ന രീതിയിൽ പറഞ്ഞാലും പ്രിയ സഹോദരൻ, വെറുപ്പിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൃപ പോയി, നമ്മുടെ മുഖത്ത് ആനന്ദം അതോടുകൂടി നമുക്ക് നഷ്ടമാണ്. അതുപോലെ തന്നെ വേറൊരു കാര്യം പ്രത്യേകം പറയാനുള്ളത്, അച്ഛൻ്റെ ഒരു ശക്തനായ ഒരു ശുശ്രൂഷകനാണ് തോമസ്. അദ്ദേഹം കോനിക്കര ഇടവക്കാരനാണ്. അപ്പോൾ അവർ ഈ ശക്തനായ ശുശ്രൂഷകൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, വചന ശുശ്രൂഷകരാണ് ശക്തനായ, അങ്ങനെയല്ല. അതായത് അച്ഛൻ്റെ കൂടെ നിന്ന് ശരിക്കും ഹൊറബ് മിനിസ്ട്രിയിലെ എന്ത് കാര്യങ്ങൾക്കും തന്നാൽ കഴിയുന്ന വിധത്തിൽ പ്രാർത്ഥന എന്താണെങ്കിലും. അപ്പോൾ ഞങ്ങൾ അട്ടപ്പാടിയിലേക്ക്, ഞാനും ബേബി പോൾ മാസ്റ്ററിൻ്റെ നേതൃത്വത്തിലാണ് ഞങ്ങൾ അട്ടപ്പാടി 7 പേര് പോയായിരുന്നു. അതിലിങ്ങനെ ഷെയറിങ്ങിൻ്റെ സമയത്ത് ഇതൊരു കാര്യം പങ്കുവയ്ക്കുകയായിരുന്നു. ഒരു 2-3 വർഷം മുമ്പാണ് ഞങ്ങൾ നെസ്റ്റിൽ ഹൊറബ് മിനിസ്ട്രിയിൽ അംഗങ്ങൾ ഒരുമിച്ച് കൂടിയപ്പോൾ അന്ന് ജോമോൻ ഒരു കാര്യം പറഞ്ഞായിരുന്നു, അച്ഛന് വേണ്ടി എല്ലാ ദിവസവും ഒരു രഹസ്യം ചൊല്ലി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് വലിയൊരു ബ്ലെസ്സിങ് ആയിരിക്കുമെന്ന്. അപ്പോൾ ആ ഒരു കാര്യം ഞങ്ങൾ യാത്ര ചെയ്ത് തിരിച്ചു വരുന്ന സമയത്ത് ബേബി പോൾ മാഷ് അത് പറഞ്ഞ സമയത്ത് തോമസ് പറഞ്ഞു, അച്ഛാ, അന്ന് നമ്മൾ നെസ്റ്റിലായിരിക്കുന്ന സമയത്ത് അത് ജോമോൻ പറഞ്ഞിട്ടുള്ള ജോമോൻ എന്ന് പറയുന്നത് വേറൊരു ശുശ്രൂഷകനാണ്, ജോമോൻ പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ അന്ന് തുടങ്ങി ഇന്ന് വരെ അച്ഛന് വേണ്ടിയിട്ട് ഒരു രഹസ്യം ഞാൻ കാഴ്ചവെക്കുന്നുണ്ട്. എനിക്കത് കേട്ടപ്പോൾ ഉണ്ടല്ലോ സഹോദരങ്ങൾ, ഒരു 10,000 കോടി കിട്ടിയ എല്ലാവരും ആനന്ദമായിരുന്നു. കാരണം ആരും പറയാതെ തന്നെ അത് ഇത്രയും നാളായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നു എന്നുള്ളത് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിധത്തിൽ അത്രമാത്രം ആനന്ദം എനിക്ക് നൽകി. അതായത് നിങ്ങൾ അതായത് എത്ര വലിയൊരു ഗിഫ്റ്റ് എന്ന് പറഞ്ഞാലും പ്രിയ സഹോദരൻ, ആ പ്രാർത്ഥനയിലൂടെ ദൈവജനം ശുശ്രൂഷകർ നൽകുന്ന സമ്മാനത്തെക്കാൾ വിലയുള്ളതല്ല ഈ ലോകത്തിലെ എത്ര വില പിടിച്ച സമ്മാനം. എനിക്ക് ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞ എന്തിനാണെന്നറിയാമോ, ഇതുപോലെ നിങ്ങൾ പ്രാർത്ഥിക്കണം അച്ഛന് വേണ്ടിയിട്ട്. നിങ്ങളെ എപ്പോഴെങ്കിലൊക്കെ കാണുമ്പോൾ പറയണം, കഴിഞ്ഞ 5 വർഷമായിട്ട് അച്ഛാ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, അച്ഛനെ ബലിയർപ്പിക്കുമ്പോൾ ഓർക്കുന്നുണ്ട്, ഒരു രഹസ്യം ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ട്, ഒരു ജപമാല ചൊല്ലി, ചിലപ്പോൾ ഇതൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും. നിങ്ങൾ എപ്പോഴെങ്കിലും അച്ഛനെ കാണുമ്പോൾ പറയണം കേട്ടോ. അതൊക്കെ ശരിക്ക് നമ്മൾ ഭയങ്കരമായിട്ട് ചിലപ്പോഴൊക്കെ അച്ഛൻ സന്തോഷത്തിലും മുഖത്തിലും ആനന്ദമൊക്കെ ഉണ്ടെങ്കിലും ചില സമയത്തൊക്കെ വറചട്ടിയിൽ നിന്ന് എരിതീയിലേക്ക് അല്ലേ, അങ്ങനത്തെ അവസ്ഥയൊക്കെ ഉണ്ടാകാറുണ്ട്. നീറ്റലും പുകച്ചിലൊക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷെ നിങ്ങൾ ഈ പ്രാർത്ഥന, ഈ ശുശ്രൂഷ കണ്ടിന്യൂ ചെയ്യാനായിട്ടുള്ള ഭയങ്കരമായൊരു ആത്മബലമാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത്. ഗലാത്യ 3:3 അവിടെ പറയാണ്, ആത്മാവിൽ ആരംഭിച്ചിട്ട് ഇപ്പോൾ ശരീരത്തിൽ അവസാനിപ്പിക്കുവാൻ മാത്രം ഭോഷന്മാരാണോ നിങ്ങൾ? ഞങ്ങൾ ബഹുമാനപ്പെട്ട സേവിക മട്ടായച്ചൻ കഴിഞ്ഞ വെള്ളിയാഴ്ച കണ്ടപ്പോഴൊക്കെ പറയുക, അച്ഛൻ നന്നായിട്ട് ആരംഭിച്ചിട്ടുണ്ട്, അച്ഛൻ്റെ പൗരോഹിത്യ ശുശ്രൂഷ നന്നായിട്ടാണ് അച്ഛൻ ആരംഭിച്ചിട്ടുള്ളത്. 18 വർഷം അച്ഛൻ പിന്നിടാൻ പോവാണ്. അച്ഛൻ ഒരിക്കലും പാതി വഴിയിൽ വെച്ച് ഈ ശുശ്രൂഷ ജീവിതം അവസാനിപ്പിക്കരുത്. അതിൻ്റെ അടുത്ത് പൗരോഹിത്യം അവസാനിപ്പിക്കരുതെന്നല്ല പറയണേ, ഇതൊക്കെ മതി, ഇനി അങ്ങോട്ട് പോവാം. ആ രീതിയിൽ നമ്മളതിനെ കാണരുത്. പ്രതികൂലങ്ങളുണ്ടാകും, കാറ്റുണ്ടാകും, കോളുണ്ടാകും, ശക്തമായിട്ട്. അത് ബഹുമാനപ്പെട്ട സേവിക മട്ടായച്ചൻ പറയുമ്പോൾ എനിക്കറിയാം, അതായത് അച്ഛൻ കടന്നു പോകുന്ന സ്ട്രഗിൾ, അച്ഛൻ കടന്നു പോകുന്ന പ്രതികൂലങ്ങൾ എന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അതിൻ്റെ മുൻപിലും അച്ഛൻ ആനന്ദത്തോടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യമുള്ളൂ, അച്ഛൻ്റെ ജീവിതത്തിൽ പ്രശ്നമില്ല എന്നല്ലാതെ അച്ഛൻ ആ പ്രതികൂലത്തിൻ്റെ നടുവിലും പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു,
അപ്പോൾ പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കാനായിട്ടുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് ആഗ്രഹിക്കാം. ഏത് പ്രതികൂലത്തിലാണെങ്കിലും സഹോദരങ്ങളെ പരിശുദ്ധാത്മാവിനെ വിളിക്കുകയാണെങ്കിൽ ആ പ്രതികൂലത്തിൻ്റെ മേൽ കയറി നിൽക്കാൻ വേണ്ട കൃപ സ്വർഗം നമുക്ക് തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമേ, എന്നെ കേൾക്കുന്ന ഓരോ മകനെയും ഓരോ മകളെയും അങ്ങ് അഭിഷേകം ചെയ്യണമേ. ഇന്ന് ഈ മക്കൾ സ്വീകരിച്ച് ദിവ്യകാരുണ്യ അനന്ത കൃപ ഈ മക്കളിലേക്ക് ഒഴുകട്ടെ. വിശുദ്ധ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.